യെസ് മക്കൾസ്, ഫിയർ ഉണ്ടോ മക്കളെ? പേടിയുണ്ടോ? എക്സാം ആയതിനായില്ലേ? യെസ് സർ, ഫിയർ ഇല്ല, ഓൺലി ഫയർ. എവിടെ എവിടെ ദക്കേതല്ലേ മക്കളെ? സർ പേടിയില്ല, ഫയർ മാത്രമേ ഉള്ളൂ. ഫിയർ ഇല്ല, ഓൺലി ഫയർ. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു കണ്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ പാഠത്തിൽ നിന്ന്, റെസ്പിറേഷന്റെ ഭാഗത്തു നിന്ന്, ശ്വസനത്തിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതാ പിടിച്ചോ. ചോദ്യം എന്താ മക്കളെ? നമ്മുടെ ശ്വസനത്തിന് രണ്ട് ഭാഗങ്ങൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാണ് ഇത് ഏതൊക്കെയാണ്? ശ്വസനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഉച്ഛ്വാസവും ഒന്ന് നിശ്വാസവുമാണ്. ഒന്ന് എന്താ? ഇൻഹേലേഷനും ഒന്ന് എക്സലേഷനുമാണ്. ഇത് ചോദിക്കാൻ നമ്മോട് ഇതിന്റെ ശ്വസനത്തിൽ ഇതിന്റെ പങ്ക് എന്താണ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതിന്റെ പങ്ക് എന്താണ് റെസ്പിറേഷനിൽ ചോദിക്കാണ്. ഇതിന് ഉത്തരം എഴുതാൻ നല്ല സിമ്പിൾ ആണ്. അതുപോലെ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാണ്. എന്താണ്? വോളിയം കൂടുമ്പോൾ അഥവാ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. എന്താ മക്കളെ? സ്ഥലം ഒരുപാടുണ്ടെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? എയർ ഉണ്ടാക്കുന്ന വായു ഉണ്ടാക്കുന്ന മർദ്ദം കുറയും. അഥവാ വോളിയം കൂടുമ്പോൾ, വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. പിന്നെ വേറൊരു പോയിന്റ് എന്താണ്? വായുവിന്റെ സഞ്ചാരത്തെ പറ്റിയാണ്. വായു എപ്പോഴും കൂടിയ മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ എയർ ഫ്ലോസ് ഫ്രം ഹയർ പ്രഷർ റീജിയൻ ടു ലോവർ പ്രഷർ റീജിയൻ. ഈ രണ്ട് പോയിന്റ് മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾക്ക് ഇതിനുത്തരം എഴുതാൻ വേണ്ടി പറ്റും. സേറെ നോക്കിയാലോ? നോക്കാം. ഒന്നുകൂടി പറയുകയാണ്. എന്താണ് മക്കളെ? വ്യാപ്തം കൂടുമ്പോൾ, വോളിയം കൂടുമ്പോൾ എന്ത് കുറയുന്നു? പ്രഷർ കുറയുന്നു, മർദ്ദം കുറയുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എയർ ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ റീജിയൻ. അഥവാ വായു എവിടെ നിന്ന് എവിടേക്ക് സഞ്ചരിക്കുന്നത്? മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ സിമ്പിൾ ആയിട്ട് ഈ രണ്ട് പോയിന്റ് മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് ഉത്തരം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിക്കോ. ഉത്തരം ഇതാ പിടിച്ചോ. എന്താ സാറേ? ഇൻഹേലേഷനും എക്സ്ഹേലേഷനും രണ്ട് പ്രവർത്തികൾ, അഥവാ ഉച്ഛ്വാസവും നിശ്വാസവുമാണ് സാറേ ഈ പറഞ്ഞ രണ്ട് പ്രവർത്തികൾ. നമ്മള് ശ്വാസം എടുക്കുന്ന പ്രവൃത്തി അത് ഇൻഹേലേഷൻ, ഇൻഹേൽ അല്ലെ, വലിച്ചു കയറ്റുക. ഇൻഹേലേഷൻ അഥവാ അതെന്താണ്? ഉച്ഛ്വാസമാണ്. അതാണിത്. ഇതെന്താ സാറേ? ശ്വാസം പുറത്ത് കളയുന്ന, വായു പുറത്ത് കളയുന്ന പരിപാടിയാണ് എന്ത്? ഈ എക്സ്ഹേലേഷൻ അഥവാ നിശ്വാസം എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്? ഒരു ചോദ്യം ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഉത്തരം എഴുതിയാലോ? എന്റെ മക്കൾ നോക്കിക്കോ. ഉത്തരം നമ്മൾ എങ്ങനെ എഴുതുന്നു? രണ്ട് ബോക്സ് വരയ്ക്കുന്നു. ഉച്ഛ്വാസം നിശ്വാസം എന്ന് പറഞ്ഞ രണ്ട് ബോക്സ് വരയ്ക്കുന്നു. ഇൻഹേലേഷനും എക്സ്ഹേലേഷനും രണ്ട് ബോക്സ് വരയ്ക്കും. ഇങ്ങനെ ഉത്തരം ഏതാണ് ഏറ്റവും നല്ല കേട്ടോ. പോയിന്റ് ഒക്കെ എഴുതിയാലൊക്കെ മാർക്ക് കിട്ടും. പക്ഷെ ഏറ്റവും അഭികാമ്യം, ഏറ്റവും ടോപ്പ് ഏതാണ്? ഇങ്ങനെ ഉത്തരം ചെയ്ത് നമ്മൾ ബോക്സ് വരച്ച് ടോപ്പാക്കി ഉത്തരം എഴുതുന്നതാണ് ഫുൾ മാർക്ക് ടീച്ചർ വെറുതെ തരും. യെസ്, ഇനി നോക്കിക്കോ ഉത്തരം എഴുതണം. എങ്ങനെ എഴുതണം? നമുക്കറിയാം വ്യാപ്തം കൂടുമ്പോൾ എന്ത് കുറയുന്നു? മർദ്ദം കുറയുന്നു. നമുക്കറിയാം നമ്മൾ ഇൻഹേലേഷന്റെ സമയത്ത്, നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത്, ഉച്ഛ്വാസത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. എന്റെ കൊടുത്തട്ടോ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് വികസിക്കും, ശ്വാസകോശം വികസിക്കും, നമ്മുടെ ഡയഫ്രമൊക്കെ താവുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഔരസാശയ വ്യാപ്തം ഈ ഭാഗമാണ് എന്ത്? തൊറാസിക് ക്യാവിറ്റി. നമ്മുടെ ലങ്സും ഡയഫ്രമൊക്കെ വരുന്ന ഈ ഭാഗമാണ് എന്ത്? തൊറാസിക് ക്യാവിറ്റി, ഔരസാശയം എന്ന് പറയുന്നത്. ആ നമ്മൾ ശ്വാസം എടുക്കുന്ന ഇൻഹേലേഷൻ സമയത്ത്, ഉച്ഛ്വാസത്തിന്റെ സമയത്ത് അവിടുത്തെ വ്യാപ്തം കൂടും. ഈ സ്ഥലത്ത് എന്ത് കൂടും? നമ്മളെ ലങ്സ് ഒക്കെ വികസിക്കുമ്പോൾ, ശ്വാസകോശമൊക്കെ വികസിക്കുമ്പോൾ അവിടുത്തെ എന്ത് കൂടുന്നു? വ്യാപ്തം കൂടുന്നു. നമുക്കറിയാം വ്യാപ്തം കൂടുമ്പോൾ എന്ത് കുറയും? മർദ്ദം കുറയും. അടുത്തൊരു കാര്യം കൂടി നമുക്കറിയാം. എയർ ഫ്ലോ, വായു സഞ്ചാരം എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഹയർ പ്രഷർ റീജിയൻ ടു ലോവർ പ്രഷർ റീജിയൻ. മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഇവിടെ വ്യാപ്തം കൂടിയപ്പോൾ മർദ്ദം കുറഞ്ഞു അല്ലെ? മർദ്ദം കുറഞ്ഞു. പുറത്താണ് മർദ്ദം കൂടുതലുള്ളത്. അപ്പൊ വായു ഒക്കെ പോകുന്നു. പുറത്തുള്ള വായുവിൽ മർദ്ദം കൂടുതലാണ്. അതുകൊണ്ട് മർദ്ദം കുറഞ്ഞ ഉള്ളിലോട്ട് എന്ത് ചെയ്യുന്നു? വായു സഞ്ചരിക്കുന്നു. ഇതാണ് എന്ത്? ഇൻഹേലേഷൻ അഥവാ ഉച്ഛ്വാസം. നോക്കിക്കോ. അറ്റ്മോസ്ഫിയറിക് എൻഡേഴ്സ് ദി ലങ്സ്. ആദ്യ പോയിന്റ് എന്താണ്? നമ്മൾ ഉച്ഛ്വാസത്തിന്റെ സമയത്ത്, ഇൻഹേലേഷന്റെ സമയത്ത് ഫസ്റ്റത്തെ പോയിന്റ് എന്താണ് നമുക്ക്? ആദ്യം എന്ത് നടക്കുന്നു? ദ വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്. നോക്കിക്കോ. ഔരസാശയ വ്യാപ്തി വർദ്ധിക്കുന്നു. നമുക്കറിയാം വ്യാപ്തി കൂടിയാൽ, വോളിയം കൂടിയാൽ അവിടുത്തെ മർദ്ദം കുറയും. ഇവിടെ അടുത്ത പോയിന്റ് ഇവിടെ. ദ പ്രഷർ ഇൻ ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ്. ഔരസാശയ വായു മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. മർദ്ദം കുറഞ്ഞാൽ അവിടേക്ക് എന്ത് വരും? മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് വായു വരും, എയർ വരും. നല്ല സുഖമാണ്. അപ്പൊ എന്താണ്? വായു ശ്വാസകോശത്തിലോട്ട് എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. atmospheric air enters to the lungs.
സിമ്പിൾ ആടാ മക്കളെ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്, നിശ്വാസത്തിന്റെ സമയത്ത് എക്സലേഷൻ സമയത്ത് വരുന്നത്. നോക്കിക്കോ, എക്സലേഷൻ സമയത്ത് എന്ത് ചെയ്യണം മക്കളെ, നമ്മുടെ ലങ്സ് ഒക്കെ ചുരുങ്ങാണ്, ഡയഫ്രം പൊന്തും, അഥവാ അവിടുത്തെ ഔരസ്വാശയ വ്യാപ്തം കുറയും. തൊറാസിക് ക്യാവിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു. തൊറാസിക് ക്യാവിറ്റി ഔരസ്വാശയ വ്യാപ്തം കുറഞ്ഞാൽ എന്തു കൂടും, മർദ്ദം കൂടും. ഇപ്പൊ ഇവിടെ വ്യാപ്തം കുറഞ്ഞത് ഇവിടുത്തെ മർദ്ദം കൂടുതലേക്കാരം. പുറത്തെ എയറിനേക്കാൾ, അറ്റ്മോസ്ഫിയറിക് അന്തരീക്ഷത്തെ വായുവിനേക്കാൾ ഔരസാശയം എന്ത് ചെയ്യുന്നു, അവിടെ വ്യാപ്തം കുറവായതിന് മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടുതലാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് പുറത്തോട്ട് പോകും. പുറത്തല്ലേ മർദ്ദം കുറവുള്ളത്, ഇവിടെ കൂടുതലാണ്, അപ്പൊ നേരെ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു. ഇതാണ് എന്ത്, നിശ്വാസം അഥവാ എക്സ്ഹലേഷൻ. നോക്കിക്കോ ഇവിടെ നമ്മള് നിശ്വാസത്തിന്റെ സമയത്ത്, എക്സലേഷൻ സമയത്ത് വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ്. ഔരസാശയ വ്യാപ്തം എന്ത് ചെയ്യുന്ന മക്കളെ, കുറയുന്നു. ഔരസാശയ വ്യാപ്തം കുറഞ്ഞാൽ എന്ത് ചെയ്യും, മർദ്ദം കൂടും. പ്രഷറിന്റെ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്. ഔരസാശയ മർദ്ദം വർദ്ധിക്കുന്നു. മർദ്ദം കൂടി എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ വായു പുറത്തോട്ട് പോകുന്നു. മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് വായുവിന്റെ സഞ്ചാരം, നമുക്കറിയാം. അപ്പൊ വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എയർ ഫ്രം ലങ്സ് മൂവ്സ് ഔട്ട്. ഇങ്ങനെയാടാ മക്കളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതേണ്ടത്, ഈ പറഞ്ഞ പോലെ അങ്ങ് ടേബിൾ വരച്ചിട്ട് വളരെ അടിപൊളിയാക്കി ഉത്തരം എഴുതണം. ഇനി ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഈ 2 പോയിന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും, ഈ സാധനം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. സെറ്റാടാ മക്കളെ, ടോപ്പാക്കിയിട്ട് പഠിക്കാം, അടിപൊളിയാക്കിയിട്ട് പഠിക്കാം.